എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിങ്ങനെ നാട്ടിട്ട് വരുവാണ്. അപ്പൊ ഈ നാട്ടിൽ വരുമ്പോ നാട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ആൾക്കാർ സോൾവ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ ശ്യാമിന്റെ കൂടെ ാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ശ്യാമായിരിക്കാം പ്രശ്നം. സീൻ വായിച്ചിട്ടുണ്ടോ? പോയിട്ട് നോക്കലോട് ചോദിച്ചോ, ചെയ്തോ? അതന്നെ ആൾക്ക് നമ്മുടെ ഒരു വേർഷൻ ആദ്യം കാണണം, എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആള് 30 seconds മാത്രം അറ്റൻഷൻ സ്പാൻ ഉള്ള ആളുകളുടെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. സോ ഇഫ് ഐ കോംപ്രമൈസ് ഓൺ ഓൾ ദ വിഷ്വൽസ്, ദാറ്റ് കോംപ്രമൈസ് വിൽ ബി സീൻ ഓൺ ദ സ്ക്രീൻ ആൻഡ് ദാറ്റ് വിൽ എഫക്ട് ദി കളക്ഷൻ ഓൾസോ. ചെലവാക്കിയാലാണ് കാശ് തിരിച്ചു വരിക എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫെമിനിൻ എനർജി ഉള്ള ഒരു ക്യാരക്ടർ. വാഴയ്ക്ക് ഞാൻ ടോം ബോയിഷ് പരിപാടിയായിരുന്നു, മുടിയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കാത്ത എലിമെന്റ്സും നോക്കിക്ക് ആലോചിച്ചിട്ടുണ്ടാവും. അത് നമ്മളെ ഹെൽപ്പും ചെയ്യും അത് സ്ക്രീനിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ട്. ഒരു കള്ളനായിട്ട് തോന്നിയത് എന്തുവാണ് ശ്യാം കള്ളനാണ്. ശ്യാമിനാണോ? കള്ളനാണ്. ശ്യാം ഒരു കള്ളനാണ്. നമസ്കാരം, ചക്കം പക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് ആണ് എൻ്റെ ഒപ്പമുള്ളത്. ശരത് സഭ, മാത്യു, മീനാക്ഷി, റോഷൻ ആൻഡ് സജിൻ. വെൽക്കം ഗൈസ്. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരാണ്. മൂവി ബിഗ് സ്ക്രീനിൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവാണ്. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ബട്ട് ബിഫോർ ദാറ്റ്, ശരത് സഭ, a big congratulations to you. ലോകയിലും തലവരയിലും കിട്ടലോസ്കി പെർഫോമൻസ് ആയിരുന്നു. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കണേ. അത് നമുക്ക് ശരത്തിൽ തുടങ്ങാം അല്ലേ? സോ ശരത്, നമ്മള് നൈറ്റ് റൈഡേഴ്സിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ ഉള്ളത് എന്ന് പറഞ്ഞേ കേക്കട്ടെ. നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമ്മുടെ ചുറ്റിനും കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് അടുത്തറിയാവുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഗ്യാങ്ങില് വയസ്സിന് മൂത്തിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടാവും. മൂത്താപ്പയല്ല, മറ്റേ നമ്മുടെ ഒരു യങ് ഗ്യാങ്ങിൽ വരുന്ന 2 വയസ്സോ 3 വയസ്സൊക്കെ കൂടുതലുള്ളൊരു ആള്. അവര് ചിലപ്പം നമ്മളെ ഏട്ടാന്നൊക്കെ ആയിരിക്കും വിളിക്കുക. ചില സാഹചര്യങ്ങളിൽ ഏട്ട മാറി എടാ അല്ലെങ്കിൽ മറ്റു തെറികളൊക്കെ വിളിക്കാൻ സാധ്യതയുള്ള ഒരു അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ആള്. ഇയാളുടെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്വപ്നങ്ങളോ അങ്ങനെ ലൈഫിനെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല. ഒരു ഒഴുക്കില്, എല്ലാ ദിവസത്തെയും ഒഴുക്കിൽ അങ്ങ് പോവുക. പിന്നെ അമ്മയൊക്കെ ആയിരിക്കും കൂടുതൽ സഹായമായിട്ട് വരുന്നുണ്ടാവുക. പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മേനെ നാട്ടുകാർ മോശം പറയാത്ത തരത്തിലൊരു ജോലിയുണ്ട്. പക്ഷെ ആള് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ എല്ലാം പയ്യന്മാരുടെ കൂടെ ചില്ല് ചെയ്യുക. പിന്നെ എന്നാ പിന്നെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ആവശ്യമോ എന്തെങ്കിലും സഹായമോ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കാറുണ്ടോ? ഞാനൊന്ന് പറയട്ടെ, ഒരു കണക്കിനെ ഞാൻ പറഞ്ഞു ഒപ്പിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് തുടങ്ങിയപ്പോ അപ്പൊ അങ്ങനെ അവരുടെ കൂടെ ഒപ്പം ഇതിനൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ നാട്ടിൻപുറത്ത് നമുക്ക് എല്ലാവരും കാണുന്ന തരത്തിലുള്ള ഒരാള്. രാജേഷ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. രാജേഷ് ആൻഡ് ശ്യാം. റൈറ്റ്. ശ്യാം ആണ് മൊത്തം പ്രശ്നങ്ങൾ എന്നാണ് ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ. അത് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഡയലോഗ് അല്ല, ഒരൊറ്റ ഡയലോഗ് ഇതാണ്. അതായത് ഇവൻ ഇവിടെ വന്നേ പിന്നെയാണ് മുഴുവൻ മോഷണം തുടങ്ങിയത്. അത് ശ്യാമാണോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് തോന്നിയത്? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു കള്ളനായിട്ട് തോന്നിയത്. എന്തുവാണ് ഞാൻ ചോദിക്കട്ടെ, പറ. ശ്യാം കള്ളനാണ്. ശ്യാമിനാണോ? പക്ഷെ ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഡിറ്റക്റ്റീവ് ആവാൻ പൊക്കൂടെന്ന്. അത് പുള്ളിക്ക് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ അതെ, കള്ളന്മാരെ അടുത്തറിയാവുന്നതുകൊണ്ട്. ശ്യാമിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഈ സിനിമയില്? ശ്യാം മംഗലാപുരത്ത് നിന്ന് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിങ്ങനെ നാട്ടിട്ട് വരുവാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത് സിനിമ. അപ്പൊ ഈ നാട്ടിൽ വരുമ്പോ നാട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അത് ആൾക്കാർ സോൾവ് ചെയ്യുന്നതൊക്കെയാണ്
അപ്പൊ ശ്യാമിന്റെ കൂടെ നാടാണ്. വന്നതിന്റെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, Ah, ശ്യാമായിരിക്കാം yes. പ്രശ്നം. അപ്പൊ നെല്ലിക്കാൻ പൊയ്കയിൽ എന്ന് പറയുന്നത് ശ്യാമിന്റെ കൂടെ നാടാണ്. അതെ. അതെ അതെ അതെ. ഓക്കെ, ശരി ശരി. അപ്പൊ മീനാക്ഷി ലവ് ഇൻട്രസ്റ്റ് ആണ്. പാട്ടിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ക്യാരക്ടറും അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസം. സോ ഹൗ നിങ്ങളുടെ ഒരു ലൈക്ക് എങ്ങനെയായിരുന്നു വർക്ക് ആയത് രണ്ടുപേരുടെ ഒരു അയ്യോ, ഇതിന് മുന്നേ മീനാക്ഷിയോട് ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ അതെ. മീനാക്ഷി ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ ആരും എന്നെ ഇന്ററപ്റ്റ് ചെയ്യാൻ ആരും പാടില്ല. സമ്മതിക്കാ- ബിക്കോസ് കുട്ടിക്ക് സംസാരിക്കാൻ മറന്നു പോകും അവസരം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. പറ മീനാക്ഷി. എന്തിപ്പോ പറയാ. കണ്ടോ? അപ്പോ സിനിമ നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതും സ്കെയറി ആയിട്ടുള്ളതും കുറച്ച് ഇൻസിഡൻസ് ആണ് ആ ഗ്രാമത്തിൽ നടക്കുന്നത്. അപ്പൊ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫീമെയിൽ ഫെമിനിൻ എനർജി ഉള്ള ഒരു ക്യാരക്ടർ. വാഴയ്ക്ക് ഞാൻ ടോം ബോയിഷ് പരിപാടിയായിരുന്നു, മുടിയൊന്നും ഇല്ല. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ധന്യ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അത് തന്നെ ഒരു ലവ് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള അത്യാവശ്യം നാട്ടില് എനിക്ക് ഡിറ്റക്റ്റീവ് ബുദ്ധി ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോ ആ നാട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, അതിന്റെ കൂടെ ഞാനും പോകുന്നു. എന്നിട്ട് എന്തൊക്കെയൊക്കെയോ വേറെ സംഭവിക്കുന്നു. നമുക്ക് മൊത്തം സംഭവങ്ങളാണ്. സംഭവങ്ങളാണ്. റോഷനിലേക്ക് വരികയാണെങ്കിൽ റോഷനാണ് ഈ കൂട്ടത്തില് ഇതുപോലത്തെ ഒരു ജാൻറ മുന്നേ പിടിച്ചിട്ടുള്ള ഒരാള്. റൈറ്റ്. ഫൈറ്റ് സീനൊക്കെ ലൈക്ക് ഗംഭീരമായിട്ട് ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന പോലെ തോന്നിയോ? സാധ്യത കാണുന്നുണ്ട്. കാരണം എല്ലാവരും ഒരു ഫൈറ്റ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു ഹൊറർ, ആക്ഷൻ, ഫിക്ഷൻ എല്ലാം കൂടി വരുന്ന ഒരു സാധനമാണ് അല്ലേ? അപ്പൊ ആ ഒരു ഫിക്ഷണൽ സാധനമാണ് ഇതിനകത്ത്. റോഷന്റെ ക്യാരക്ടർ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ നടക്കുന്ന ലൈക്ക് ഒരു ഫ്രണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പൊ സഭ പറഞ്ഞ പോലെ, മാത്യു പറഞ്ഞ പോലെ, ഇപ്പൊ ശ്യാമിന്റെയും രാജേഷേട്ടന്റെയും കൂടെ തന്നെ ത്രൂ ഔട്ടുള്ള കണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എന്റെ. അപ്പൊ അതിപ്പോ നാട്ടിൻപുറത്ത് തന്നെ ചുമ്മാ വെറുതെ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് വായനശാലയുടെ അവിടെ വന്ന് വെറുതെ നിൽക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ഇത്. അങ്ങനെ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകുന്നില്ല. അപ്പൊ പുള്ളിക്ക് ഓട്ടം ഉണ്ടെന്ന് പറയുന്നത്, ചെസ് കളിക്കുമ്പോഴും ഷൂട്ട്. പുള്ളിയുടെ ഓട്ടോ കൂടുതലും രാജേഷേട്ടനെ കാട്ടി ഓടിക്കുന്നത് കൂട്ടുകാരാ തോന്നുന്നു. അങ്ങനെ എന്താ പറയണ്ട, കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്ത് ആ ഒരു ഇമോഷനിൽ തന്നെ, ആ ഫ്ലോയിൽ തന്നെ പോകുന്ന ഒരു ക്യാരക്ടർ. ഇത് ഈ സൗഹൃദം മാറി എപ്പോഴാണ് ഭയങ്കര ഒരു സീരിയസ് നോട്ടിലായിട്ട് മൂവി പോകുന്നത്? കഥ പറയാം. ഇത് തുടക്കം തൊട്ട് നമ്മള് ഇപ്പം ശ്യാം വന്ന് ഇറങ്ങുന്ന തൊട്ടിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ നിങ്ങളുടെ സൗഹൃദം തീർച്ചയായിട്ടും തുടക്കത്തിലേ തൊട്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് ഇത് പതിയെ പിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഏത് മൊമെന്റിലാണ്? അതിപ്പോ പറഞ്ഞ പറയൂ. പടം കാണാൻ താല്പര്യമില്ലേ? എന്നാ പ്രൊഡ്യൂസറിനോട് ചോദിക്കാം. റൈറ്റ്, സഞ്ജേട്ടാ പറയൂ. ഈ സിനിമ ആദ്യം തന്നെ നമ്മളിലേക്ക് എത്തി, ഇത് ചെയ്യാമെന്നെടുക്കുന്ന ഒരു ഡിസിഷൻ, ബിക്കോസ് ഇതിനകത്ത് എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇതൊരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്ഷണൽ സിനിമ എന്ന് മാത്രം ഇതിനെ പറയാൻ പറ്റില്ല. എല്ലാ ജാനറും മിക്സ്ഡ് ആണ്. സോ ഇതൊരു ഭംഗിയായിട്ട് ബിഗ് സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് കോസ്കി തന്നെ ആയിരുന്നിരിക്കണം. ഇതിനകത്ത് നമ്മള് ഈ പടത്തിലോട്ട് ഇന്നാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ നൗഫൽ അബ്ദുള്ള എന്ന ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അദ്ദേഹത്തിലുള്ള വിശ്വാസമാണ്. ഒബ്വിയസ്ലി പിന്നെ ബാക്കി വന്നിട്ടുള്ള സ്റ്റാർസും അവരും. പിന്നെ നമ്മളെപ്പോഴും ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് കഥകൾ കേൾക്കുമ്പോഴും കഥകൾ തിരഞ്ഞെടുക്കുമ്പോഴും നീലവെളിച്ചായാലും അഞ്ചക്കള്ള കോക്കാനായാലും ഹലോ മമ്മി ആയാലും ഒരു പരിപാടിയുണ്ട്. മലയാളത്തിലൊരു മാഡോക്സ് ആവാനുള്ളൊരു ശ്രമം ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ് ഇതുവരെ നമ്മുടെ ജേർണി ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിനകത്തൊക്കെ ഒരു ക്വിക്ക് എലമെന്റ് ഉണ്ട്. നമ്മൾ സ്ഥിരം പറഞ്ഞു പോകുന്ന കഥകളല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ നൈറ്റ് റൈഡേഴ്സിനോട്ട് വരുമ്പോൾ നമ്മൾ എവിടേക്കോ കാലഹരണപ്പെട്ടു പോയ സൗഹൃദം, നമ്മുടെ ഗ്രാമപ്രദേശം, അതിലുണ്ടാവുന്ന ഒരു കഥ, അതിനുണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ്, അതിനകത്ത് ഇന്നത്തെ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആൻഡ് ഫാസ്റ്റ് മൂവ്മെന്റ്സ്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇതൊന്നും ഒന്നും പുഷ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുമില്ല. ആ കഥ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഗബ്രിയുടെ സോങ്ങില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 2 വരികൾ എന്ന് പറയുന്നത്
കാരിരുമ്പിന്റെ കരുത്തിലടിക്കണം, കൂരിരുട്ടിനെ കരുതിയിരിക്കണം. സോ എനിക്ക് ഈ മൂവിയായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ളത് 2 വരികളായിട്ട് തോന്നി. കാരണം പാട്ടിലാണെങ്കിലും ഇപ്പൊ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും രാത്രിയിലാണ് മുഴുവൻ പരിപാടികളും പിടിച്ചിട്ടുള്ളത്. നൈറ്റ് റൈഡേഴ്സ് ആണ്, റൈറ്റ്? സോ ഈ രാത്രിയിലെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഡിഫിക്കൽട്ടി എന്തായിരുന്നു? ഇറ്റ്സ് നോട്ട് ലൈക്ക് മോർണിംഗ് അല്ലേ? ഉറങ്ങാൻ പറ്റില്ല. അതെ, എവിടെയായിരുന്നു ലൊക്കേഷൻ? കൂടുതലും കോയമ്പത്തൂരും കോയമ്പത്തൂരും പാലക്കാടുമായിട്ടായിരുന്നു. ഓക്കെ, ഫൈൻ. സോ രാത്രിയില് ഷൂട്ട് ഇതുവരെ എനിക്ക് തോന്നുന്നു ആ രാത്രിയിൽ കംപ്ലീറ്റ് ഇത്രയും ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുന്ന സിനിമകള് നിങ്ങള് പക്ഷെ അതിൽ നിന്നും കുറേയേറെ ഡിഫിക്കൽട്ട് ആയിരുന്നല്ലേ? ഇല്ല, അതും ഇതുപോലെ കുറെ നൈറ്റ് തന്നെയായിരുന്നു നമുക്ക് കൂടുതലും ഉണ്ടായിരുന്നത്. ഇത് എനിക്ക് എന്റെ ആദ്യ സിനിമ നൈറ്റ്സ്. അല്ല, ആ പ്രോസസ്സിലേക്ക് വരുമ്പോ പിന്നെ നമ്മള് ഉറക്കം ഇതൊക്കെ ഷിഫ്റ്റ് ആവും. നമ്മള് വൈകിട്ട് എഴുന്നേക്കുന്നു, വൈകിട്ട് സെറ്റിലോട്ട് പോകുന്നു. എനിക്ക് പേഴ്സണലി നൈറ്റ് ഷൂട്ടുകൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ശരിക്കും തണുപ്പ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. മീനാക്ഷി പാവം മിണ്ടാതിരിക്കാണ് പറയുന്നത്. അപ്പൊ നൈറ്റ് ആണെങ്കിലും പകലാണെങ്കിൽ കണ്ട ഇതാണ് മീനാക്ഷി പോട്ടെ, ഇതൊക്കെ കട്ട് ചെയ്താളാ, എന്നിട്ട് ഞാൻ പറയുന്ന മാത്രം ഇങ്ങനെ. എന്റെ തല അപ്പൊ നമ്മള് കോയമ്പത്തൂർ ഷൂട്ട് ചെയ്തപ്പോ ഇതൊരു 2 ദിവസം എടുക്കുന്ന ആ ഒരു റൂട്ടീനിലേക്കായി വരാൻ. അതെ. പിന്നെ ഭയങ്കര ഈസിയാണ് നൈറ്റ്. എനിക്ക് 1 മണി കഴിഞ്ഞാൽ എന്റെ ഒരു ഇത് നിക്കത്തില്ല. അതെ. അപ്പൊ ആദ്യത്തെ 2 ദിവസം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, പിന്നെ അങ്ങ് ശീലായി. പിന്നെ ഫുൾ റിലീവ്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറല്ലേ പോകുന്നത്. മാറ്റിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങള് ലൈക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുന്ന ആദ്യത്തെ സിനിമയാണ് അല്ലെ? എല്ലാരും ആദ്യം തന്നെ ക്ലിക്ക് ആയായിരുന്നു ഇതുപോലെ? എങ്ങനെ നമ്മൾ ഇത്രയും ലൈക്ക് എന്താ പറയുക, മീനാക്ഷി എപ്പോ സംസാരിച്ചു തുടങ്ങിയോ അപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ ആയി. മീനാക്ഷിയുടെ കാര്യം പറയുമ്പോ ഒരാൾ കൂടെ ഉണ്ട്, മെറിൻ ഉണ്ട്, ചൈത്ര എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഫീമെയിൽ ക്യാരക്ടേഴ്സ്. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കോമ്പിനേഷൻ സീൻസ് ഉള്ളതാണോ? അതെ. എനിക്ക് മെയിൻലി ഇവരായിട്ടാണ്. ലവ് ഇൻട്രസ്റ്റ് ആണ്. റൈറ്റ്. സോ ഹൗ വാസ് ദാറ്റ് സോങ്? വാസ് അമേസിംഗ്. We are enjoying it. Millions of views പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആൻഡ് ആ റൊമാൻറ്റിക് സീൻസ് ഒബ്വിയസ്ലി മാത്യുവിന്റെ കാര്യം പറയണ്ട, പക്ഷെ മാത്യു ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് അറിയുന്നതാണ്. പക്ഷെ മീനാക്ഷി അത് എനിക്ക് അറിയത്തില്ല, കാരണം ഞങ്ങള് സെറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനൊക്കെ പണി കൊടുക്കാം. ടോം ആൻഡ് ജെറി ആയിരുന്നു. അത് വളരെ മോശം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീം ബോയ്സ് ടീം ഗേൾസ്. ഓക്കെ, മെറി ഞങ്ങളുടെ കൂടെ ആണല്ലോ. ടീം ബോയ്സ്, ടീം നൈറ്റ് റൈഡേഴ്സ്. അതെ, ജോയിൻ ചെയ്താൽ തന്നെ ഇവള് തന്നെ അവരെ ക്ഷണിച്ചു. ഞാൻ പറയണോ? എന്താ പറയണ്ടേ? ക്വസ്റ്റ്യൻ പറഞ്ഞു എന്തായിരുന്നു? അല്ല, നിങ്ങൾ തമ്മിലുള്ള അപ്പൊ അത് സ്ക്രീനിൽ വരുമ്പോ എന്താ സംഭവിക്കുന്നത് അറിഞ്ഞൂടാ. ഓഫ് സ്ക്രീനിൽ വളരെ പ്രശ്നമായിരുന്നു. ഇത് നിങ്ങൾ വായിച്ചു കേട്ട സ്ക്രിപ്റ്റിനെക്കാട്ടിലും ചെയ്തു വരുമ്പോ ക്യാരക്ടർ കോംപ്ലക്സ് ആയി തുടങ്ങുന്നുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്ത ഒരു സീനുകൾ ഉണ്ടായിരുന്നോ? പലതും ഉണ്ട്. അത് പറഞ്ഞേ. അല്ല, അങ്ങനെ കോംപ്ലക്സിന്റെ അല്ല ഞാൻ പറഞ്ഞു. എനിക്ക് ചില സീനുകളൊക്കെ വായിക്കുമ്പോ നല്ല രസത്തിൽ വായിച്ചു, ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള? എനിക്ക് പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ പറയരുതെന്നൊക്കെ. അല്ല, അങ്ങനെ ഒരു മേജർ സീൻ അല്ല. ചെറിയ ചെറിയ ചില സാധനങ്ങൾ ചെയ്യുമ്പോ നമ്മള് നൗഫിക്ക കുറച്ച് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കര ഡെപ്തിലാണ് കണ്ടേക്കുന്നത്. അതിപ്പോ ഏത് ക്യാരക്ടർ ആണെങ്കിലും, ഞാൻ പറഞ്ഞ ഒരു സീൻ വന്ന് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ആ ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഉണ്ടാവും. ക്യാരക്ടറൈസേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോ നമ്മൾ ആലോചിക്കാത്ത പല എലിമെന്റ്സും നൗഫിലേക്ക് ആലോചിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മളെ ഹെൽപ്പും ചെയ്യും അത് സ്ക്രീനിൽ വരുത്തിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടോ ഉറപ്പായിട്ടും? ലൈക്ക് ഡയലോഗ് വൈസ് അത് പുള്ളി ആ ഫ്രീഡം നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും. ഒരു സീനൊക്കെ കാര്യം നമ്മൾ അഴിച്ചുവിട്ട നമ്മള് ഇറങ്ങി ഓടും എന്നറിയാം. അപ്പൊ അതുകൊണ്ട് കൂടുതലും നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്താണോ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് അത്
നമ്മൾ ചെയ്യാൻ തന്നെ പുള്ളി പറയും. അപ്പൊ നമുക്ക് ആ ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എല്ലാ സീനുകളിലും തന്നിട്ടുണ്ട്. അപ്പൊ അത് കൂടിപ്പോയാലും നൗഫലൊക്കെ പറയും ഇത് വേണ്ട. ഓൺ സ്പോട്ട് എഡിറ്റിംഗ്. ഏറ്റവും കൂടുതൽ ടേക്ക് പോയിട്ടുള്ളത് ഞാൻ പറയുന്നില്ല. അതെന്താ മാത്യൂസ് മീനാക്ഷിനെ നോക്കിയിട്ട് ഞാൻ പറയുന്നില്ല നോക്കിയത് എന്റെ പൊന്നു. ഏറ്റവും കൂടുതൽ ടേക്ക് ഓൺ ഒരു പ്രശ്നമല്ലല്ലോ. അല്ല, നമുക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടേക്ക് പോണത് അത്ര നന്നാവത്തോടെ ആർട്ടിസ്റ്റ് എത്രത്തോളം ചെയ്തത് നന്നാക്കാൻ പറ്റുമോ അത്ര ടൈം കിട്ടുവാണല്ലോ. ഇതിലിപ്പോ ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുന്നത് എൻജോയ് ചെയ്ത ഏത് ഇമോഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട്, അതായത് എഫേർട്ട്ലെസ്ലി വന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇമോഷൻ സഭയ്ക്ക് ഏതായിരിക്കും? അങ്ങനെയില്ല, എല്ലാം എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒന്നും ഈസി ആയിട്ട് വരില്ല. ഒന്നും ഈസി അല്ലാതെ. വാട്ട് അബൌട്ട് യു മാത്യു? എനിക്കും എല്ലാ സീനുകളും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഞങ്ങളുടെ മൂന്നുപേരുടെയും സീൻ ഭയങ്കര അല്ല അത് ഈ പറഞ്ഞ പോലെ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ഞങ്ങൾക്ക് എപ്പോഴും ഷൂട്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേരും ഷൂട്ട് ഇല്ലാത്തൊരു ദിവസം ഇപ്പൊ മീനാക്ഷിക്ക് കമ്പാരിറ്റീവ്ലി ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുകൾ കിട്ടുമായിരുന്നു. ഞങ്ങൾ മൂന്നും ത്രൂ ഔട്ട് എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മള് ഷൂട്ട് കഴിഞ്ഞ് വന്ന ഒരുമിച്ച പോകുന്നത് ഒരുമിച്ച. അപ്പൊ ഞങ്ങളുടെ സീനുകൾ വരുമ്പോ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എന്താ നമ്മള് വന്നിട്ട് മറ്റേ ഡയലോഗ് പഠിച്ച് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഈസി. അപ്പൊ നൗഫലിക്ക് ആ സ്പേസ് തരുന്നുണ്ട് നമുക്ക്. ഫുൾ ക്രൂ ഇപ്പൊ ക്യാമറമാൻ അഭിചേട്ടൻ എല്ലാരും ആ സ്പേസ് തരുന്നുണ്ട്. അവരെല്ലാരും ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. സോ നൈറ്റ് റൈഡേഴ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളർഫുൾ ഇമേജസ് വന്നു പോകുന്നുണ്ട് സിനിമയിൽ. വളരെ കളർഫുൾ ആണ് അത്. ഇവരുടെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, അതിൻ്റെ ആ ടോട്ടൽ സെറ്റിംഗ് ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇതിനെ ഇത്ര ഭംഗിയായിട്ട് പോർട്രേ ചെയ്യണം എന്ന് ലൈക്ക് ഇത് വിഷ്വലൈസ് ചെയ്യുന്ന മൊമെന്റ് തൊട്ടുണ്ടോ, അതോ അത് ലേറ്റർ ഓൺ ആഡായി വന്നതാണോ? അല്ല, ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് നമുക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടാവുക എന്നുള്ളത് ഒരു നിർബന്ധമുണ്ട്. അപ്പോൾ അത് നിൽക്കുമ്പോൾ ഇപ്പം ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്ത ഗ്രാമാന്തരീക്ഷം തിരിച്ച് സൃഷ്ടിക്കുമ്പോൾ ആ വാംത്ത് ഉണ്ടാവണം. അന്ന് നമുക്ക് ഇന്ന് മേ ബി കാണാൻ പറ്റാത്ത ആ കളേഴ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം. ആൻഡ് വി ഷുഡ് ബി ടേക്കിംഗ് ദി ഓഡിയൻസ് ടു എ ഡിഫറെൻറ്റ് ജേർണി, റൈറ്റ്? അതിന് നമുക്ക് സാധിച്ചാലേ ആ പടം ആളുകൾ കാണുള്ളൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു 30 seconds മാത്രം അറ്റൻഷൻ സ്പാൻ ഉള്ള ആളുകളുടെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. സോ if I compromise on all the visuals, that compromise will be seen on the screen and that will affect the collection also. അപ്പോൾ ആ കളക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് താല്പര്യമൊന്നുമില്ല. കിട്ടേണ്ട കാശ് കിട്ടണ്ടേ? ചെലവാക്കിയാലാണ് കാശ് തിരിച്ചു വരിക എന്നാണ് വിശ്വസിക്കുന്നത്. ലൈക്ക് ഇപ്പൊ നിങ്ങൾ 3 പേരും ഇപ്പൊ 3 പേരായിട്ടും 2 പേരായിട്ടും ഫ്രണ്ട്സിന്റെ കൂടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പിടിച്ചു വന്നിട്ടുള്ളവരാണ്, റൈറ്റ്? റോഷനെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൽ അങ്ങനെയായിരുന്നു, നമ്മുടെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. സോ ഈ 2 പേര് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ എത്രത്തോളം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യുന്നതാണ്? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ആവേശം ചെയ്തപ്പോഴും പൈങ്കിളി ചെയ്തപ്പോഴും എല്ലാം ഇതിപ്പോ ഈ പടം ചെയ്തപ്പോഴാണെങ്കിലും നൈറ്റ് റൈഡേഴ്സിലാണെങ്കിലും ഒരു സീനിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര എന്താ പറയണ്ട, അതൊരു പോസിറ്റീവ് ഇതാണ്. ഇപ്പോൾ ഈ പടം ചെയ്തപ്പോഴാണെങ്കിലും നമ്മുടെ ഓരോ സീൻസിലും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സാധനം തിരിച്ചു കിട്ടുമ്പോഴാണ് നമുക്ക് അടുത്തൊരു റിയാക്ഷൻ്റെ ഒരു എനർജി വേണമല്ലോ, അത് ഭയങ്കരമായിട്ട് ഈ കോമ്പിനേഷൻ സീനുകളിൽ അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ഇപ്പൊ ഒരു സീൻ തുടങ്ങുന്നതിന് മുന്നേ കോമ്പിനേഷൻ സീൻ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ മുന്നേ ഡിസ്കസ് ചെയ്തിട്ട് എടാ ഇത് നീ ഇങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞു, നൗഫലിക്ക് ആ ഫ്രീഡം തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് തന്നെ പഠിച്ച് പറയണം എന്നില്ല. നമ്മുടെ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇംപ്രവൈസ് ചെയ്യാം, അത് ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊരു ഭയങ്കര കോൺഫിഡൻസ് വരുന്നു. നമുക്കൊരു സീൻ പെർഫോം ചെയ്യുമ്പോൾ ഒരു സാധനം കയറിയോ ഇറങ്ങിയോ ചെയ്താൽ നമുക്ക് പേടിക്കണ്ട, അത് പുള്ളി പറയും. അത് മോശമാണെങ്കിലും പറയും, നല്ലതാണെങ്കിലും പറയും. നിങ്ങൾക്ക് നിങ്ങളുടേതായ കംപ്ലീറ്റ് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ കുറെ കൂടി പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടർ എന്ന് പറയുന്നത് സഭയാണ്. സഭ ഭയങ്കരമായിട്ട് ചിന്തിക്കും, ക്യാരക്ടർ സമയം സമയം എടുക്കാന്നുള്ളതിനെ കുറിച്ച് പുള്ളിക്ക് ആ ക്ലാരിറ്റി എപ്പോഴും ഭയങ്കര ആവശ്യമാണ്. അപ്പൊ ഹി ഹാസ് എ പ്രോസസ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ക്ലിയർ അല്ലാത്ത സ്ഥലത്ത് ഹി വുഡന്റ് ബി ഡെലിവറിങ് ഇറ്റ്. അതുവരെ വെയിറ്റ് ചെയ്യും, അത് ക്ലിയർ ആക്കുകയും അതിനനുസരിച്ച് ചോദ്യങ്ങൾ സീരിയസ് നോട്ടിൽ ചോദിച്ച് എന്തുകൊണ്ട് ഇയാൾ ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ പുള്ളി ഭയങ്കര എവിഡൻ്റ്ലി
അത് ആ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അപ്പൊ അങ്ങനെ മൊത്തം കാണാം മൊത്തം സഭയ്ക്ക് എന്തോ ഒരു confusion ഉണ്ട്. ആ ക്ലിയർ ആവാതെ ആ സീനിലോട്ട് നമുക്ക് പോകാനും പറ്റില്ല. കാരണം അപ്പോഴും ചോദിക്കുകയും ചെയ്യും അതെന്തിനാണ് അയാൾ അങ്ങനെ പറയുന്നത്? ഒരു ക്ലാരിറ്റി വേണം, ക്ലാരിറ്റി കിട്ടുന്നത് വരെ സംഭവം. നൗഫൽക്കിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആള് പല മെത്തേഡുകളിലൂടെ ഇതിപ്പോ നമുക്കൊന്നും ഇതുണ്ടാവില്ല. സീൻ വായിച്ചിട്ടുണ്ടാവും, പോയിട്ട് നൗഫലിനോട് ചോദിച്ചോ ചെയ്തോ എന്ത് ചെയ്യാൻ? അതന്നെ എടാ, നിനക്കറിയില്ലേ? ആൾക്ക് നമ്മുടെ ഒരു വേർഷൻ ആദ്യം കാണണം, എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആള് അവിടെ വരും. എന്നിട്ട് അതിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ ആൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അതിൽ മേളിൽ ചിലപ്പോൾ നമ്മുടെ വേർഷനിൽ ആൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആള് ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ വന്നിട്ട് നമ്മളുമായിട്ട് ഇങ്ങനെ എന്താണ് സംസാരിച്ചിട്ട് ചില സീനിൽ സ്ക്രിപ്റ്റില് ഇവിടെ ഇത് അങ്ങനെ ആവില്ല, നമുക്ക് ഇതൊന്നും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആള് കൂടെ വന്നിട്ട് ഒരു സീന് ഇംപ്രൂവൈസ് ചെയ്യിപ്പിച്ചു. മറ്റേ അപ്പൊ നീ എന്തെങ്കിലും പറ, അങ്ങനെ ഒരു സീനിനെ 1-2 സീൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സീനുകളുണ്ട്. അതായത് സ്ക്രിപ്റ്റിൽ ഇല്ലാതെ തന്നെ ആ മൊമെന്റിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അല്ല, നമ്മളോട് ചോദിക്കും നൗഫലിക്ക, ഇപ്പൊ നീ ആണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുമായിരിക്കും, അല്ലാതെ ഇങ്ങോട്ട് ആദ്യം ഒരു ഒപ്പീനിയൻ പറയാതെ നമ്മളാണെങ്കിൽ എന്ത് പൊസിഷനിലായിരിക്കും നമ്മളത് അങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ഒരു POV കിട്ടാൻ വേണ്ടി അതെ, അത് നമുക്ക് ആസ് എൻ ആക്ടർ അത് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് എന്ത് രീതിയിലും പെർഫോം ചെയ്യാനുള്ള ഒരു ഫ്രീഡം നൗഫലിക്ക നല്ലോണം തരുന്നുണ്ടായിരുന്നു. മീനാക്ഷി വാഴയിൽ ചെയ്ത് ലൈക്ക് ആസ് യു സെഡ് ഒരു ടോം ബോയിഷ് ക്യാരക്ടറാണ്. ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ഒരു ഫെമിനൈൻ സാധനം തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കാരണം വാഴ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഒന്നും കേട്ടില്ല, എന്നാലും കേട്ട സ്ക്രിപ്റ്റുകൾ ഇപ്പൊ വാഴയിൽ ഞാൻ സ്പ്ലെൻഡർ ആണ് ഓടിച്ചെങ്കിൽ ഞാൻ ജാവ, ബുള്ളറ്റ്, ഹയാബുസ അങ്ങനെ പല കഥകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഇങ്ങനെ ടോം ബോയ്സ് എടാ സ്പ്ലെൻഡർ കണ്ടിട്ട് വേറെ വണ്ടി ഓടിക്കാൻ നിങ്ങളൊക്കെ എങ്ങനെ വിചാരിച്ചു? മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. താങ്ക് യു. അപ്പൊ അങ്ങനത്തെ വന്നു നിങ്ങൾ ഒരേ വേവ് ലെങ്ത്. അതാ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അത് നിങ്ങളെല്ലാരും പ്ലാൻ ചെയ്തോണ്ട് ബ്ലാക്ക് ഇട്ടോണ്ട് വന്നു. കുട്ടി അത് എന്റെ ഫോട്ടോ ചെയ്തേക്ക. മീനാക്ഷി കഷ്ടമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ജീൻസ് കൊണ്ടുവരണം. ഞാൻ ഫോട്ടോ സീനായ പിന്നെ അല്ല, അപ്പൊ ഞാൻ എന്താ പറഞ്ഞ അപ്പൊ അങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ നൈറ്റ് റൈഡേഴ്സ് ആണ് കുറച്ച് 4 വണ്ടിയുടെ പേര് പറഞ്ഞു. ജാവ, അഹങ്കാരം കൊണ്ട് പറയണോളെ. ഞാൻ എന്താ പറയണേ, നിങ്ങൾ പറഞ്ഞു. ആ സ്ക്രിപ്റ്റ് ഒക്കെ വന്നു, പക്ഷെ നമുക്ക് വേണ്ടെന്ന് വെച്ചു. അപ്പോ അല്ല വേണ്ടെന്ന് വെച്ചത് ഇത് വന്നോണ്ടാണ്. അപ്പോ ഒരു ഫീമെയിൽ ഫെമിനിൻ എനർജി ഒക്കെ ഉള്ള ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ധന്യയുടെ ക്യാരക്ടർ ഭയങ്കര ബബ്ലി ആൻഡ് നാടൻ ഗെറ്റപ്പില് ഞാൻ 2 എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. നല്ല ഹെയർ ഒക്കെ. അതെ അതെ, വാഴയുടെ ആ ഒരു ടൈം പീരീഡിലാണ്. സെയിം അല്ല അതല്ല, കുറച്ച് കഴിഞ്ഞ അപ്പൊ എന്റെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ നാള് കഴിഞ്ഞില്ലേ? കുറച്ച് അതിനിടയ്ക്ക് നീ മുടി വെട്ടിയില്ലേ? ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ ഞാൻ എന്ത് പറയണം, നിങ്ങൾ കണ്ടിരുന്നു. അതെ, നല്ലൊരു ആൻസർ ആയിരുന്നു. അതിഗംഭീരമായിട്ട് ധന്യ എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെ, അല്ല ശരി. ആക്ച്വലി എനിക്കൊരു കാര്യം പറയണം. ഞാൻ പൊക്കി പറയാം. അയ്യോ, പൊക്കി പറയുന്നത് കേട്ടോ. സോറി. ഇനി 2 മിനിറ്റ് മീനാക്ഷിനെ കുറിച്ച് എല്ലാവർക്കും വേണ്ട, സജിൻ ചേട്ടൻ മാത്രം പറഞ്ഞാൽ ഒരു മണിക്കൂർ മീനാക്ഷി സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര ബോൾഡ് ആയിട്ട് പാടിയിട്ടുണ്ട്. അത് പക്ഷെ പടത്തിലുണ്ട്. ഓക്കെ, വളരെ മീനാക്ഷി പടത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഫെമിനിൻ എനർജി കൊണ്ടുവന്നിട്ടുണ്ട്. ബോൾഡ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, മലയാളത്തിലേക്ക് ഒരു പുതിയ നായിക, ടോട്ടൽ വിത്ത് ഫെമിനിൻ എനർജി, ബബ്ലിനെസ് ഒക്കെ ആയിട്ട് പ്രസന്റിങ്.
പാട്ട് കട്ട് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണോ? പാട്ട് അത് ഡ്യൂറേഷന്റെ അല്ല, എന്റെ പാട്ടിന്റെ പ്രശ്നമല്ല. നമ്മളത് നമുക്ക് തോന്നിയിട്ടില്ല, നമ്മളത് വിശ്വസിച്ചു. അല്ല, ഭയങ്കര നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. ആണോ? ഒരു പാട്ട് പാടും നമ്മുടെ സിനിമയിലെ. പാടും പാടും. ഏത് പാട്ടാണ്? അത് തന്നെ പാടിക്കോ. റെഡിയാണ്. എന്ത് പാട്ടാ? എന്തിനാണ് നമ്മുടെ തന്നെ പാട്ട് പാടും? കാതൽ പൊന്മാൻ. നീ പാടി നീ പാടിയ പാട്ട് തന്നെ പാട്. അല്ലെങ്കിൽ അത് വേണ്ട, അത് വേണ്ട, അത് മോശമായിട്ട് പാടിയ ആൾക്കാര് മറ്റേ ഞാൻ കാതൽ പൊന്മാൻ നമ്മളുടെ പാട്ട് ഇറങ്ങിയല്ലോ, അത് കേട്ടായിരുന്നോ? പിന്നെന്താ? അപ്പൊ അത് പാടാം. കലമാനെ കൊല്ലും കാതൽ പൊന്മാനെ, നീ മയക്കാതെ മനസ്സാകെ മേയാതെ. കലമാനെ കൊല്ലും കാതൽ പൊന്മാനെ, നീ മയക്കാതെ മനസ്സാകെ മേയാതെ. നിങ്ങളൊക്കെ ഞാൻ വെറുതെ കുട്ടീനെ സംശയിച്ചു. ഷീസ് എ ഫാബുലസ് സിംഗർ. നമ്മൾ പറഞ്ഞായിരുന്നു ഇടയ്ക്കൊക്കെ ഒരു വെള്ളിയൊക്കെ വീഴുന്നേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ. മീനാക്ഷിയുടെ ഇൻട്രോ സീനിലെ പാട്ട് മീനാക്ഷി ഞാൻ തന്നെയാണ് പാടിയത്. പക്ഷെ അത് സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമുക്ക് നമ്മളത് സെപ്പറേറ്റ് ഡാൻസ് കളിച്ചു, അതും കേട്ടെ. അത് മാത്യുവിന്റെ കൂടെ കളിച്ചത് കൊണ്ട്. അതെ അതെ. പക്ഷെ മാത്യുവിന്റെ ഉണ്ടെന്ന് ഇല്ല തോന്നുന്നു. ഇല്ല 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 ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ചത്. അത് പാട്ടുണ്ട് ഉണ്ട്, പാട്ടുണ്ട് ഉണ്ട്. പാട്ട് സൂപ്പർ കേട്ടോ. മീനാക്ഷി അങ്ങനെ ഒരു ടോക്ക്. അത് നിങ്ങൾ October 10th മാത്യുവിന്റെ പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. യെസ്. അപ്പൊ ഇനി നമുക്കൊരു കുട്ടി സെഗ്മെന്റ് ആണ് നൈറ്റ് റൈഡ്സിനെ കുറിച്ച് മാത്രമുള്ള, നോട്ട് അബൌട്ട് ദ മൂവി. ഓക്കെ. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നൈറ്റ് ഡ്രൈവില് ഇപ്പൊ ഒരു നൈറ്റ് ഡ്രൈവില് റൈഡില് കറക്റ്റ് റൈറ്റ് യെസ്, നിങ്ങളുടെ കൂടെ ഇപ്പൊ മാത്യുവിന്റെ കൂടെ നസ്ലിൻ അല്ലാതെ, എല്ലാ ഇന്റർവ്യൂവിലും നസ്ലിന്റെ കാര്യം പറയുന്നതുകൊണ്ടിട്ട് ഞാൻ പറയുന്നത്, നസ്ലിൻ അല്ലാതെ നമ്മൾ വിളിക്കുന്ന ഒരു സെലിബ്രിറ്റിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലോങ്സ്റ്റ് ജേർണിയിൽ വിളിക്കാൻ പറ്റുന്ന ഒരു സബ, റോഷൻ, മീനാക്ഷി, ഒരാള് ഒറ്റൊരാള്. അങ്ങനെ ടൂ വീലർ അല്ലേ? ഒരാളായിട്ടൊന്നും ടൂ വീലർ തന്നെ പോണമെന്നുണ്ടോ? ഉണ്ട്. ഒരാളാണ് സേഫ്. ചമ്മനായിരിക്കും വിളിക്കുന്നത് അല്ലേ? ചമ്മനല്ലേ തോമസിനായിരിക്കും വിളിക്കുന്നത്. ഓക്കെ. ആരാ ഇവരൊക്കെ ആരാന്നറിയോ? ആരോ തോമസ്. അല്ല, ചമ്മൻ അറിയില്ലേ? ചമ്മനും ചാക്കോൻ അറിയില്ലേ? 2018 RDX, എന്താണ് മാഷേ? കള, ജോജോ എന്ന സിനിമകൾ ലോകയുടെ എഡിറ്റർ എഡിറ്ററാണ്. ആണല്ലേ? അതെ. വളരെ അടുത്തൊരു ആണല്ലേ? ശരി. പ്രൊഡ്യൂസർ സാർ മിണ്ടത്. ആൻഡ് സഭ, ലൈക്ക് ഒരു നൈറ്റ് റൈഡ് ഇപ്പൊ നമ്മൾ തരാണ്, ഒരു നൈറ്റ് റൈഡ് കംപ്ലീറ്റ് പെട്രോൾ ഒക്കെ അടിച്ച് നല്ലൊരു ഉഷാർ വണ്ടി തരാണെങ്കിൽ എങ്ങോട്ടായിരിക്കും ആദ്യം പോവാ? എങ്ങോട്ട് വേണമെങ്കിലും പോവാലോ. എങ്ങോട്ടായിരിക്കും പോവാ? ഡെസ്റ്റിനേഷൻ അവിടെ ഫിക്സ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും പോവാ? നിങ്ങൾ പറയുന്നിടത്തോട്ട് പോവാം. നിങ്ങളല്ലേ പെട്രോൾ നിങ്ങളല്ലേ പറയാം. കേക്കട്ടെ, ഒരു പെട്രോൾ തീരുന്ന എന്നാലും ഇഷ്ടമുള്ള ഒരു ഡെസ്റ്റിനേഷൻ. ഏത്? ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് അത് സെറ്റ് ചെയ്യുന്ന വണ്ടി വരും. അതും പോവാൻ ഇഷ്ടമുള്ളൊരു സ്പേസ് നമുക്ക് ഏറ്റവും ഇതാണ് സബയുടെ അടുത്ത് അങ്ങനെയൊന്നും. ഭയങ്കര അല്ല, ഇത് തിരിച്ചു ചെന്നാൽ കിട്ടും. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. വയനാട് പോകും. ഓക്കെ. ഈ നൈറ്റ് ഡ്രൈവില് അല്ലെങ്കിൽ റൈഡില് നമ്മള് എപ്പോ വേണേലും കഴിക്കാൻ, ഒരു ബോറടി ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ്, സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? മിക്സ്ചർ, ലേസ്. ഓൾറൈറ്റ്. ആൻഡ് മീനാക്ഷിയോടാണ് ഏറ്റവും കൂടുതൽ ദൂരം നൈറ്റില് റൈഡ് ചെയ്തേക്കുന്നത് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എത്ര ദൂരമാണ്? ബൈക്കില് അത് മറ്റു സാധനത്തിൽ അപ്പൊ നീ ഓടിച്ചില്ലേ? ഞാനാ ഓടിച്ചത്. ഞാൻ വിചാരിച്ച മറ്റേ മുകളിൽ അല്ലല്ല, ഒരു സീനില് ഞാൻ മറ്റേ സിജുവിനെ ബാക്കി വെച്ചിട്ട് ഒരു അമ്പലം സീനില് ഞാൻ വീലൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അതെ, ഞാൻ പറയാം. ഏറ്റവും ലോങ്സ്റ്റ് പോയത് ഞാൻ പോയിട്ടുള്ളത് ബാംഗ്ലൂർ ടു ഗോവ. ഞാനല്ല ഓടിച്ചേ. എന്നാലും നൈറ്റ് ഡ്രൈവ്. എത്തിയ ഇനി പ്രൊഡ്യൂസർ സർ, ഈ നൈറ്റ് റൈഡ് പോയിട്ടുണ്ടായിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇതുവരെ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? അത് പണ്ട് ഞങ്ങള് കൊടയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ റോഡ് സൈഡിൽ ആരെയും കണ്ടതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. കുറച്ചു നേരം അങ്ങനെ ഒരു ഹാലുസിനേഷനിൽ കൊടയിൽ നിന്നാണല്ലോ വരുന്നത്. അതിൻ്റെതായ രീതിയിൽ അവിടെ ആരോ നിൽക്കുന്നൊക്കെ തോന്നി.
ബാക്കി കിടക്കുന്നവരൊക്കെ കിടന്നുറങ്ങിയായിരുന്നു. ഞാനും ഇവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സൈനു എന്ന് പറയും. അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടില്ല. എടാ നീ കണ്ടോ? ഞാനേ കണ്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിലുള്ളവരൊക്കെ വിളിച്ചെണീച്ചിട്ട് ഉറങ്ങാണോ, ഞങ്ങൾ പേടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം. അത് സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയില്ല. അതൊരു മിത്ത് പോലെ കിടക്കുന്നുണ്ട്. യെസ്, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു യു ഗൈസ്. Thank you. ഏറ്റവും രസകരമായിട്ടുള്ള, ഇപ്പം നിങ്ങൾ ഓൺ സെറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതേ ഒരു വൈബ് ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഇനി വരുന്ന പ്രൊജക്ടുകളൊക്കെയും ഗംഭീരമാകട്ടെ. നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർഷം നേരെയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്.